ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നല്ലേ, ഇന്നത്തെ വീഡിയോ നമ്മൾ രസം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ കുറച്ച് കരിവേപ്പില, എൻ്റെ 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, 2 തക്കാളി, എന്നിട്ട് നമ്മൾ കുറച്ച് കുരുമുളക്, ഇതൊക്കെ നമ്മളൊരു മിക്സി ജാറിനകത്തിട്ട് ചതച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് നമുക്ക് ആ ചതച്ച് വെച്ച ആ ഒരു പേസ്റ്റ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മിക്സി ജാറിനകത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒട്ടി പിടിച്ചൊക്കെ ഇരിക്കുക, അത് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പുളിവെള്ളം ഉണ്ടല്ലേ, അത് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മല്ലിയില കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളെ രസത്തിന് മെയിൻ ആളാണ് മല്ലിയില. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടുത്ത് നമുക്കൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെ കടുക് നന്നായിട്ട് പൊട്ടി തെറിക്കുന്നുണ്ട് ഗൈസ്. അപ്പുറത്തെ സൈഡ് നമ്മൾ രസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴത്തെ സൈഡ് നമ്മൾ കടുക് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഗാർലിക്, വെളുത്തുള്ളിയും കുറച്ച് റെഡ് ചില്ലി നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മളെ ഗാർലിക് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, എന്നിട്ട് നമ്മൾ ചതച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുക, ഇടിച്ച് ചതച്ചാണ് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നിട്ടൊന്ന് അടിയൊന്ന് കരിഞ്ഞങ്ങ് പോകാം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആ ഒരു വെളുത്തുള്ളിയെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ പൊട്ടി തെറിക്കുന്നത്, കരിവേപ്പിലാണ് ഏറ്റവും കൂടുതൽ പൊട്ടി തെറിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കിനി നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ആ ഒരു രസത്തിനടുത്ത് ഒഴിക്കുമ്പോൾ കടുവത്തെ എല്ലാ സാധനവും വരും കൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കരിവേപ്പില ഒട്ടി പിടിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രസത്തിന് ചാറെടുത്ത് ഒഴിച്ചത്. അപ്പോൾ നമ്മളെ രസം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടാറ്റാ.